KSRTC-യിലേക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര ലഭിക്കാൻ പോകുന്നു. നല്ല കാര്യം, ലഭിക്കട്ടെ. പക്ഷെ ഇതിന്റെ പിന്നിലും ഒരു കഥ പറയുവാനുണ്ട്. ടീം UDF കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര നൽകുവാൻ പോകുന്നു. നല്ല കാര്യം. പല ആളുകളും സന്തോഷത്തിലാണ്. കാരണം കേരളത്തിൽ എമ്പാടും യാത്ര സൗജന്യമായിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. 17,000 കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSRTC. KSRTC-യുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 6,000 കോടി രൂപയേ ഉള്ളൂ. UDF സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി പടിയിറങ്ങുമ്പോൾ കടക്കണിയിലായിരുന്ന KSRTC കൃത്യമായിട്ട് ശമ്പളം പോലും നൽകുവാൻ കഴിയാതെ, പെൻഷൻ പോലും നൽകുവാൻ കഴിയാതിരുന്ന KSRTC-യെ ഇവർ കുളിപ്പിച്ച് കുഞ്ഞില്ലാതാക്കി തന്ന KSRTC-യെ ഒരു വിധത്തിലാണ് കരകയറ്റി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് കൃത്യമായി പെൻഷനും ശമ്പളവും കൊടുത്ത് KSRTC ലാഭത്തിലാക്കിയത്. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിൻ്റെ അകത്ത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമുണ്ട്. വികലാംഗരായിട്ടുള്ള ആളുകളെ പരിഗണിക്കണ്ടേ? 60 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ആളുകളെ പരിഗണിക്കണ്ടേ? കാരണം സ്വന്തമായിട്ട് ജോലി എടുക്കാൻ ആവതില്ലാത്ത ആളുകളാണ് അവരെല്ലാം. അവർക്കല്ലേ മുൻഗണന കൊടുക്കേണ്ടത്? സ്ത്രീകൾക്ക് കൊടുക്കണം. പക്ഷെ ഇവിടെ കേരളത്തിലെ ഒരു ഭൂരിഭാഗം സ്ത്രീകളെ എടുത്താൽ സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര നൽകുമ്പോൾ അത് സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ വികലാംഗരായിട്ടുള്ള ഒരു സമൂഹമുണ്ട്, അവരെ പരിഗണിക്കണം. അവിടെ ജെൻഡർ വ്യത്യാസം നോക്കരുത്. അതേപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ആളുകളെ പരിഗണിക്കണം. അവിടെയും ജെൻഡർ വ്യത്യാസം നോക്കരുത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, 17,000 കോടി രൂപ കടവും 6,000 കോടി രൂപയുടെ ആസ്തിയുമുള്ള ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. അതിനൊരു കർമ്മ പദ്ധതി തന്നെ രൂപീകരിച്ചില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെയും അവരുടെ കുടുംബത്തിന്റെയും അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രം UDF ചിന്തിക്കുക. അപ്പൊ ആ KSRTC-ക്ക് സൗജന്യമായിട്ട് യാത്ര നൽകുന്നു. സൗജന്യ യാത്ര കിട്ടുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കർണാടകയിൽ നിങ്ങൾ ഇതേ വാഗ്ദാനങ്ങൾ കൊണ്ടുവന്ന് ഈ പദ്ധതി പരീക്ഷിച്ചു. പക്ഷെ ആ പദ്ധതി അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ പൊതുഗതാഗതത്തെ നിങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു പദ്ധതി ആയിരിക്കും ഇത്. യാതൊരു സംശയവും വേണ്ട. ഈ KSRTC-യിൽ ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം വരുന്ന സർക്കാരിനുണ്ട്. ഈ ഒരു പ്രസ്ഥാനം പൊളിഞ്ഞ് പാളീസായി പോയി കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ വഴിയാധാരമായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അവിടുത്തെ ജീവനക്കാർ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇത് പൊതുഗതാഗതത്തെ സാരമായി ബാധിക്കും. ഗതാഗത മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്. ആ തൊഴിലിനെയൊക്കെ ബാധിക്കും. രണ്ടാമത്, നമ്മൾ ഇവിടെ നിന്ന് KSRTC നശിച്ചു പോകുമെന്നും ഒരു പൊതുഗതാഗതം ഇല്ലാതാകുമെന്നും പറയുമ്പോൾ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെയാണ് UDF-ന്റെ കാര്യം. കാരണം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിറ്റു തുലച്ചപ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ LDF-ന്റെ സർക്കാർ വരികയും അത് തിരിച്ച് എടുക്കുകയും ഇപ്പോൾ അത് ലാഭത്തിലാകുകയും ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വൈക്കത്തുള്ള പേപ്പർ ഫാക്ടറി. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും ഓഫറുമാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ആകെ നിങ്ങൾ വച്ചിരിക്കുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരോഗ്യ മേഖലയിലേക്ക് കടന്നു കയറി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നിങ്ങൾ കൊടുക്കുന്നത്. ഈ ആരോഗ്യ മേഖലയെ തകർക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പദ്ധതിയാണത്. ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും ഒരു ശുഭദിന ആശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.